വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഓരോരുത്തരുടെയും പെൺമക്കൾ നമുക്ക് ഭാഗ്യമാണ്. പെൺമക്കൾ പിറക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഈ ഒരു കഥ കേട്ടാൽ നിങ്ങൾ പോലും കരഞ്ഞു പോകും. കണ്ണു നിറയാതെ ഈ ഒരു കഥ നിങ്ങൾക്ക് മുഴുവനായി കേൾക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ മുത്ത് നബിയുടെ കണ്ണ് നിറഞ്ഞ ഒരു കഥയാണിത്. ഇത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചിന്തകളും മാറ്റി വരുത്തുക. പെൺമക്കളെ നല്ലപോലെ സ്നേഹിക്കുക. നമ്മുടെ മുത്തുനബിയുടെ കാലത്തുള്ള കഥയാണ്. മുത്തുനബി നമ്മോട് പറഞ്ഞതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പെൺപിറവി അനുഗ്രഹമാണ്. കാരണം നിങ്ങൾ ഈ ഒരു കഥ കേൾക്കൂ. പ്രവാചക സന്നിധിയിലെത്തിയ ഒരാൾ തന്റെ പൂർവ്വകാലാനുഭവം ഇങ്ങനെ വിശദീകരിച്ചു. എനിക്ക് എന്നോട് വളരെ ഇണക്കമുള്ള മകളുണ്ടായിരുന്നു. ഞാൻ വിളിച്ചാൽ അവൾ എന്റെ അടുത്തേക്ക് തുള്ളിച്ചാടി വരുമായിരുന്നു. ഒരിക്കൽ ഞാൻ അവളെ വിളിച്ചു കൂടെ കൂട്ടി നടന്നു. വഴിക്ക് കിണറു കണ്ടു. ഞാൻ അവളെ പിടിച്ചു ആ കിണറ്റിലേക്ക് തള്ളിയിട്ടു. അവളിൽ നിന്ന് ഞാൻ കേട്ട അവസാനത്തെ ശബ്ദം ഉപ്പാ ഉപ്പാ എന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സദസ്സിൽ ഒരാൾ പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങൾ നബി തിരുമേനിയെ വേദനിപ്പിച്ചല്ലോ. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രവാചകൻ പറഞ്ഞു, അയാളെ തടയേണ്ട. സ്തോഭജനകമായ ഈ സംഭവത്തെ സംബന്ധിച്ച് ഞാൻ അയാളോട് ചോദിക്കട്ടെ. തുടർന്ന് സംഭവം വീണ്ടും പറയാൻ നബി തിരുമേനി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അയാൾ വിശദീകരിച്ചു. അത് കേട്ട് പ്രവാചകൻ വളരെയേറെ കരഞ്ഞു. കണ്ണുനീരുകൊണ്ട് അവിടുത്തെ താടി നനഞ്ഞു. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിന് മുമ്പ് ചെയ്തു പോയതെല്ലാം അള്ളാഹു പൊറുത്തിരിക്കുന്നു. ഇക്കാലത്തെ മനുഷ്യരെ പോലെ തന്നെ 6-ാം നൂറ്റാണ്ടിലെ അറബികളിൽ പലരും പെൺകുഞ്ഞ് പിറക്കുന്നത് ശാപവും ശല്യവുമായാണ് കണ്ടിരുന്നത്. അത് അനാവശ്യവും അപമാനവുമായി കണക്കാക്കിയിരുന്നു. ഗോത്രങ്ങളും അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ പോലെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തുന്ന രീതി അന്നുണ്ടായിരുന്നില്ല. ഗർഭചരിത്രത്തിൽ വൈദഗ്ധ്യം തേടിയ ഡോക്ടർമാരും അന്നില്ലായിരുന്നു. അതിനാൽ പ്രസവശേഷം കുഞ്ഞ് പെണ്ണാണെങ്കിൽ കൊന്നു കളയുമായിരുന്നു പതിവ്. അഥവാ മാതാവ് കുഞ്ഞിനെ കൊലക്ക് കൊടുക്കാൻ വിസമ്മതിച്ചാൽ അല്പാകലം ജീവിക്കാൻ അനുവദിക്കും. പിന്നീട് കഥ കഴിക്കും. അവരുടെ ഈ ക്രൂരവും ഹീനവുമായ കൃത്യത്തെ ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തി. അവരിൽ ആർക്കെങ്കിലും പെൺകുട്ടി പിറന്നതായി സന്തോഷ വാർത്ത ലഭിച്ചാൽ ദുഃഖത്താൽ അവന്റെ മുഖം കറുത്തിരുളും. തനിക്കു ലഭിച്ച സന്തോഷ വാർത്തയുണ്ടാകുന്ന അപമാനത്താൽ അവൻ ആളുകളിൽ നിന്ന് ഒളിഞ്ഞു മറയുന്നു. അയാളുടെ പ്രശ്നം അപമാനം സഹിച്ച് അതിനെ നിലനിർത്തണമോ അതല്ല മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്നതാണ്. അറിയുക, അവരുടെ തീരുമാനം അതിനീചം തന്നെ. പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും പെൺമക്കളുടെ ജനനത്തിലൂടെ പരീക്ഷിക്കപ്പെടുകയും എന്നിട്ട് അവൻ അവരോട് നല്ല നിലയിൽ വർത്തിക്കുകയുമാണെങ്കിൽ അവരവന് നരകത്തിയിൽ നിന്ന് മറയായി മാറും. ആരെങ്കിലും പ്രായപൂർത്തിയാവും വരെ 2 പെൺകുട്ടികളെ പോറ്റിയാൽ അവനും ഞാനും ഇങ്ങനെയാണ് അന്ത്യനാളിൽ വരിക എന്ന് പറഞ്ഞു പ്രവാചകൻ തന്റെ വിരലുകൾ ചേർത്ത് പിടിച്ചു. നബി തിരുമേനി അരുളുന്നു, ആരെങ്കിലും 3 പെൺകുട്ടികളെ അല്ലെങ്കിൽ അവരെ പോലുള്ള സഹോദരിമാരെ പോറ്റി വളർത്തുകയും അവർക്ക് നല്ല ശിക്ഷണം നൽകുകയും അവർ പ്രാപ്തരാകുകയും കാരുണ്യം ചൊരിഞ്ഞും കൊടുക്കുകയും ചെയ്താൽ അള്ളാഹു അവന് സ്വർഗം നിർബന്ധമാക്കുന്നു. ഒരാൾ ചോദിച്ചു, 2 പെൺകുട്ടികളെ വളർത്തിയാലോ? പ്രവാചകൻ പ്രതിവചിച്ചു, 2 പെൺകുട്ടികളെ വളർത്തിയാലും. ഒരു പെൺകുട്ടിയുള്ളയാൾ അവളെ കുഴിച്ചു മൂടാതെയും നിന്ദിക്കാതെയും ആൺകുട്ടിക്ക് അവളേക്കാൾ പ്രാധാന്യം കൽപ്പിക്കാതെയും വളർത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇങ്ങനെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പെൺകുഞ്ഞുങ്ങൾ ശല്യവും ശാപവുമാണെന്ന് സാധാരണ തിരുത്തുകയും അവരോടുള്ള ക്രൂരതകളും അനീതികളും അറുതി വരുത്തുകയും ചെയ്തു. അതോടൊപ്പം പെൺമക്കളോടുള്ള താല്പര്യം വളർത്തുകയും സ്നേഹപൂർവ്വം അവരെ പോറ്റി വളർത്താൻ സമൂഹത്തെ സജ്ജമാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പെൺകുഞ്ഞ് ജനിക്കുന്നതും ആൺകുഞ്ഞ് ജനിക്കുന്നതും നമ്മുടെ കയ്യിലല്ല. അള്ളാഹു ആണ് നമുക്ക് പെൺകുഞ്ഞിനെയും ആൺകുഞ്ഞിനെയും തരുന്നത്.
പെൺകുഞ്ഞിനെ നമ്മൾ നല്ല സ്നേഹത്തോടെ വളർത്തി ഒരു കുറ്റത്തിലും അവരെ വിടാതെ നല്ല രീതിക്ക് വലുതാക്കി അവരെ കല്യാണം കഴിച്ചു വിടുക. എന്നാൽ നമ്മൾ സ്വർഗത്തിലാണ്. അത് ഒരു പെൺകുഞ്ഞായാലും 2 പെൺകുഞ്ഞായാലും 3 പെൺകുഞ്ഞായാലും 4 പെൺകുഞ്ഞായാലും നമുക്ക് അതിന്റെ പുണ്യം അള്ളാഹു തരും. പെൺകുട്ടികൾ ജനിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ സ്തുതിക്കണം. ആൺകുട്ടികളായാലും നമ്മൾ അൽഹംദുലില്ലാ പറയണം. എങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഇരിക്കുമ്പോൾ ആൺകുട്ടിയെക്കാളും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പെൺകുട്ടിയുടെ അടുത്താണ്. പെൺകുട്ടിയെ നമ്മൾ ഒരു നോട്ടം കൊണ്ട് പോലും നമ്മൾ വേദനിപ്പിക്കരുത്. അത് റസൂലിനും അള്ളാഹുക്കും ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ പൊന്നു പെൺമക്കളെ, പൊന്നോമനകളെ ചേർത്ത് പിടിക്കുക, നല്ല സ്നേഹത്തോടെ വളർത്തുക. അവരെ നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ വേദനിപ്പിക്കരുത്. അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ദീനിന്റെ വഴിയിൽ പഠിപ്പിച്ച് വലുതാക്കി നല്ല ഒരാളെ കണ്ട് കല്യാണം കഴിച്ചു വിടുക. എല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യും. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു സബ്ജക്റ്റുമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കുക.